കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വാതിലടയ്ക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. കോൺഗ്രസിനും UDF-നും വഴങ്ങുന്നു എന്ന തരത്തിൽ മാണി ഗ്രൂപ്പ് വന്നാൽ ആലോചിക്കുമെന്നാണ് നിലപാട്. നിലവിലുള്ള UDF സംവിധാനത്തെ ഉലയ്ക്കാനില്ല. ജോസിന്റെ വിലപേശലിന് നിൽക്കില്ല എന്നും ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുകയാണ്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ഇവിടെ റോഷിയും പ്രമോദും തുടരും എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് ഈ അടുത്ത കാലത്തൊന്നും LDF-ഉമായി ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പോസ്റ്റുകളും സമൂഹ മാധ്യമത്തിൽ കാണാൻ കഴിയുന്നില്ല. ഹൈക്കമാൻഡുമായി ചർച്ചകൾ നടന്നു കഴിഞ്ഞോ? ആര്യ, ഇതില് ഈ ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. ഒന്ന്, സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്നുള്ളതാണ് അതിലെ വാർത്തയുടെ പ്രധാനം. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, സോണിയാഗാന്ധി ഏകദേശം ഒരാഴ്ചയോളം ഇവിടെ ഗംഗാറാം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശ്വാസതടസ്സം അടക്കമുള്ള അസുഖങ്ങൾ കാരണം ഡൽഹിയിലെ മലിനീകരണം ഒക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പ് മാത്രമാണ് സോണിയാഗാന്ധി 10-ാം നമ്പർ ജനപത്തിലേക്ക് മടങ്ങിയത്. വന്ന് കയറിയാൽ ഉടൻ തന്നെ ജോസ് കെ മാണിയെ വിളിക്കാൻ വേണ്ടിയുള്ള ഒരു അടിയന്തര സാഹചര്യമൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ UDF-ൽ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഒന്നത് മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ ഈ മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാസങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തിരിച്ചടികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം പാർട്ടി അണികളിൽ നിന്നും നേതാക്കളിൽ നിന്നൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് മടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ പാർട്ടിക്കുള്ളിലെ ഭിന്നതകളുണ്ട്. അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഒരു മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട്, അതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പോലുള്ള ഒരു പാർട്ടി മടങ്ങി UDF-ലേക്ക് വരുന്ന ഒരു സാഹചര്യം, അതായത് പുറത്താക്കിയ പാർട്ടിയാണ്, അതായത് സ്വയം ഇഷ്ടപ്രകാരം പോയതല്ല, UDF-ൽ നിന്നും കോൺഗ്രസ് UDF-ഉം കൂടെ ചേർന്ന് പുറത്താക്കിയ ഒരു പാർട്ടി മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിന് മുന്നിൽ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ള നിലയിൽ അതിന് മുന്നിൽ കഥകടയ്ക്കാനും വാതിലടയ്ക്കാനൊന്നും UDF തയ്യാറാകില്ല എന്നുള്ളൊരു ഘടകം അവിടെ ഉണ്ട്. ചിലപ്പോൾ ചർച്ചകൾ ഏതെങ്കിലും തലത്തിലൊക്കെ നടന്നിട്ടുമുണ്ടാകാം. പക്ഷേ അതിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അവിടെ വന്നിട്ടില്ല. അതായത് ഹൈക്കമാൻഡ് ഇടപെട്ട് ജോസ് കെ മാണിയെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം എന്നുള്ളത് നിലവിലില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സംസ്ഥാന തലത്തിൽ അത്തരത്തിൽ ചർച്ചകൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഹൈക്കമാൻഡ് ഒരു പച്ചക്കൊടി മാത്രമാണ് അവിടെ ഉള്ളത്. സോണിയാഗാന്ധി വിളിച്ച് ജോസ് കെ മാണിയുമായി സംസാരിച്ച് ജോസെ മടങ്ങി വരൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം സീറ്റുകളുടെ കാര്യത്തിലാണ്. അഥവാ അത്തരത്തിൽ ഒരു മുന്നണി മാറ്റം നടക്കുകയാണെങ്കിൽ ജോസ് കെ മാണിക്ക് നൽകേണ്ട സീറ്റുകളുടെ കാര്യം, അതിനൊക്കെ ഒരു ധാരണ വേണം എന്നുള്ളത് ഒരു ഭാഗം കൂടി അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ തലത്തിലേക്കൊന്നും ഈ ചർച്ചകൾ പോയിട്ടില്ല. പ്രാഥമികമായ ഈ പറഞ്ഞ ചർച്ചകൾ ഏതെങ്കിലും തലത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിലവിലുള്ള UDF സംവിധാനത്തെ ഡിസ്റപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉലയ്ക്കാൻ അവർ തയ്യാറല്ല ഈ ഒരു മടങ്ങി വരവിന്റെ പേരിൽ. വരികയാണെങ്കിൽ തന്നെ അത് UDF മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഉപാധികളുടെ അടിസ്ഥാനത്തിലായിരിക്കും. പറഞ്ഞതുപോലെ നിലവിലുള്ള സംവിധാനത്തെ ഉലയ്ക്കാൻ UDF തയ്യാറല്ല. UDF-ന്റെ നിലപാടുകൾക്കനുസരിച്ച് വരികയാണെങ്കിൽ വാതിൽ തുറന്നിടും എന്നുള്ളതാണ്. ഇതിന്റെ എല്ലാം അഭ്യൂഹം സോണിയാഗാന്ധിയുമായി ജോസ് കെ മാണി സംസാരിച്ചു എന്നുള്ള ഒരു മാധ്യമ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ വാർത്തകൾക്കൊക്കെ ഇങ്ങനെ ചൂട് പിടിക്കുന്നത്.